ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നമുക്ക് പഠിക്കാൻ ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ടല്ലോ 9ാം ക്ലാസ്സിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മലയാളം സെക്കൻഡിലെ തഥാകഥ എന്ന് പറയുന്നൊരു ചാപ്റ്ററിലെ നമ്മുടെ മലയാള സാഹിത്യത്തിലെ മനോഹരമായിട്ട് കഥകൾ എഴുതുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി അഷിത എഴുതിയ തഥാകഥ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് സെറ്റാക്കുന്നത്, അതിൻ്റെ ചില ചോദ്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിസ്മസ് പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് മലയാളത്തിലെ 9ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തേടി വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട പാഠഭാഗങ്ങളിൽ പ്രധാനമായ ഒരു പാഠഭാഗമാണ് കഥയാണ് അഷിത എഴുതിയ തഥാകഥ. അപ്പം മക്കളെ, എന്താണ് തഥാകഥ അല്ലേ? എൻ്റെ ഭാഷ ഇതെന്ത് വേടാ തഥാകഥ എന്ന് പറഞ്ഞാൽ? തഥാകഥ പറഞ്ഞാൽ എന്താ എന്ന് ചിന്തിക്കുന്ന മക്കളെ, തഥാകഥ എന്ന് പറഞ്ഞാൽ പണ്ട് ബുദ്ധ സന്യാസിമാർ അല്ലേ പരസ്പരം വിളിക്കാൻ വേണ്ടി പ്രയോഗിച്ചിരുന്ന, ബുദ്ധൻ പരസ്പരം തൻ്റെ സഹായികളെ പ്രയോഗിച്ചിരുന്ന ഭാഷയാണ് തഥാകഥ എന്ന് പറയുന്നത്. അങ്ങനെ പോയവൻ അല്ലെങ്കിൽ അങ്ങനെ പോയത് എന്നർത്ഥം അല്ലേ, അങ്ങനെ പോയവൻ അല്ലെങ്കിൽ അങ്ങനെ പോയത് എന്നർത്ഥം തഥാകഥ. അത് നമ്മുടെ കഥയിലേക്ക് വന്നാൽ അമ്മയുടെ, ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അമ്മ. ഈ അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതിനെയാണ് തഥാകഥ എന്ന് പറഞ്ഞാൽ അല്ലേ. അമ്മയുടെ ഓർമ്മകൾ, ഇവിടെ അമ്മയുടെ ഓർമ്മകളാണ് കഥാഭാഗത്ത് തഥാകഥ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പം തഥാകഥ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? അങ്ങനെ പോയത് അല്ലെങ്കിൽ അങ്ങനെ പോയവൻ എന്നർത്ഥം. എന്നാൽ നമ്മുടെ കഥയിലേക്ക് വന്നാൽ അങ്ങനെ പോയത് എന്നർത്ഥം വരുന്നത് അമ്മയുടെ ഓർമ്മയാണ്. വന്നും പോയിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ഓർമ്മയാണ് തഥാകഥ എന്ന വാക്കിലൂടെ എഴുത്തുകാരി അഷിത ഈ കഥയ്ക്ക് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഓക്കെ, അത് സെറ്റല്ലേ? ഇനി നമുക്ക് ഈ കഥയുടെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ കഥയുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് പഠിക്കാം. അല്ലടാ, നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് അവിടെ കാത്തൊരമ്മയിരിപ്പുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, അവിടെ കാത്ത് ഒരു അമ്മ ഇരിപ്പുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗത്തിലെ ചിത്രം കാണുന്നത് പോലെ ഇവിടെ ഒരു അമ്മയെയും കുഞ്ഞിയെയും കാണാൻ പറ്റുന്നില്ല മക്കളെ. ഇപ്പം ഇവിടെ ഒരു അമ്മയെ അമ്മ കുഞ്ഞിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ചെറുപ്പകാലത്തിൽ. പക്ഷേ ഈ കുഞ്ഞ് വലുതാകുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട അൽഷിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു രോഗം ബാധിച്ച അമ്മയുടെ ജീവിതാവസ്ഥയാണ്. അമ്മയെ ശുശ്രൂഷിക്കുന്ന അമ്മയിലൂടെയും മകളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. മക്കളപ്പോൾ ഈ കഥയുടെ പേരെന്താണ് മക്കളെ പറയുന്നത്? തഥാകഥ, അങ്ങനെ പോയവൻ അല്ലെങ്കിൽ അങ്ങനെ പോയതെന്നർത്ഥം. ഈ കഥയിലേക്ക് വരുമ്പോൾ ഇവിടെ അമ്മയുടെ ഓർമ്മകൾ എന്നർത്ഥം വരും. ഓക്കെ, അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ഓർമ്മകളെയാണ് ഇവിടെ തഥാകഥ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. അത് സെറ്റായി പഠിക്കുക. അപ്പോൾ ഓർമ്മയുടെ ചുളിവുകളിൽ ജീവിതം ഒളിഞ്ഞിരിക്കുന്നു എന്ന തുടക്കത്തോടു കൂടെയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഓർമ്മയുടെ ചുളിവുകളിൽ ജീവിതം ഒളിഞ്ഞിരിക്കുന്നു? മക്കളെ, ഈ ചുളിവ് എപ്പോഴാണ് വരിക? പ്രായമായ ആൾക്കാരിലാണ് ചുളിവ് കാണാൻ സാധിക്കുക അല്ലേ. ഈ ശരീരം ഇങ്ങനെ ചുളിഞ്ഞിരിക്കും, ഈ പ്രായമായ ആൾക്കാരിൽ കൈയും ഈ മുഖവും ഒക്കെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കും അല്ലേ. ഇപ്പം ഈ ഓർമ്മയുടെ ചുളിവുകളിൽ ജീവിതം ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെട്ട ആൾക്കാരുടെ, വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഒരു അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകള്, മാതാപിതാക്കളെ വൃദ്ധ സദനത്തിലേക്ക് പറഞ്ഞു വിടുന്ന കാലഘട്ടത്തിൽ തൻ്റെ അമ്മയെ, ഓർമ്മ നഷ്ടപ്പെട്ട അൽഷിമേഴ്സ് രോഗം ബാധിച്ച തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു മകളിലൂടെയാണ് ഈ പാഠഭാഗം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഈ കഥയിലേക്ക് തുടക്കാം. ഈ കഥയുടെ തുടക്കഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഡോക്ടറെ പിന്തുടർന്നു ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന മൗനവും ഉദാസീനമെന്ന് ഞാൻ കണ്ടു. പതിവ് പോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു. ഇപ്പോൾ ഹോസ്പിറ്റലാണ് കഥയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ കഥാഭാഗം നടക്കുന്നത്. എവിടെയാണ് മക്കളെ? ആശുപത്രിയിലാണ്. അപ്പം ആശുപത്രിയിലെ ഈ അമ്മയെയും കൂട്ടിക്കൊണ്ട്, ഓർമ്മ നഷ്ടപ്പെട്ട തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മകൾ എവിടെ ഇരിക്കുകയാണ്? ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറുടെ മുറിയിലേക്ക് വാതിൽക്കൽ നിൽക്കുകയാണ്. മുറിയിലേക്ക് കയറാൻ വേണ്ടി വാതിൽക്കൽ നിൽക്കുകയാണ്. ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന, ഞങ്ങൾ പിറകെ വരുന്ന, അവരുടെ കൂടി ആയിരിക്കുന്ന മൗനവും ഉദാസീനമെന്ന് ഞാൻ കണ്ടു. ഒരു മൗനം, കഥയിൽ പല സ്ഥലത്തും മൗനം കടന്നു വരുന്നുണ്ട് മക്കളെ. ഈ മൗനം ഇവിടെ കടന്നു വരുന്നത് എന്താണ്? മരണമാട്ടോ.
ഇവിടെ ഈ മൗനം എന്ന് പറയുന്നത് മരണത്തിൻ്റെ സൂചനയാണ്. നമ്മുടെ കഥയിൽ പല സ്ഥലത്തും മൗനം മൗനം എന്ന് കാണാൻ സാധിക്കും. ഈ മൗനം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മരണമാണ്. അപ്പം എന്താണ് ചോദ്യം? എന്താണ് നമ്മുടെ കഥയുടെ ഭാഗം എന്താണ്? ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന മൗനവും ഉദാസീനമെന്ന് ഞാൻ കണ്ടു. പതിവ് പോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു. ഡോക്ടർ വാതിൽക്കൽ നിൽക്കുകയാണ്. ഒരു നിമിഷം പതിവ് പോലെ നിന്നു. കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം നോർമലാണ്. ഡോക്ടർ ഈ അമ്മയെ നോക്കി പറയാണ്, മകളോട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ബാക്കിയെല്ലാം നോർമലാണ്. ഇപ്പം എന്തോ ഒരു കുഴപ്പം അമ്മയ്ക്കുണ്ട്. ആ കുഴപ്പമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം. ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല. ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണിയാലൊടുങ്ങാത്ത താഴോട്ടിറങ്ങിപ്പോകുന്ന ഗോവണിപ്പടികൾ അവ എണ്ണുകയാണ്. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം, കാരണം അദ്ദേഹം പറഞ്ഞു അല്ലേ, ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല. ആരെ? മകളാണ് ഡോക്ടറുടെ മുഖത്ത് നോക്കാത്തത്. കാരണം എന്താണ്? തൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട അൽഷിമേഴ്സ് രോഗം ബാധിച്ച് വാർദ്ധക്യത്തിൽ തൻ്റെ ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടതിന് അമ്മയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മകൾ അമ്മയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ ഡോക്ടറോട് അമ്മയോട് കുറിച്ച് ചോദിക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ഓക്കെയാണോ ഡോക്ടറെ, എൻ്റെ അമ്മ സുഖമാവുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു ഡോക്ടറോട് മകൾ ചോദിക്കുകയാണ്. ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല. ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണിയാലൊടുങ്ങാത്ത താഴോട്ടിറങ്ങിപ്പോകുന്ന ഗോവണിപ്പടങ്ങൾ അവ എണ്ണുകയാണ്. ഈ അമ്മേനെ കുറിച്ച് ഡോക്ടർ മകളോട് പറയും, ഈ മകൾ എണ്ണിയാലൊടുങ്ങാത്ത ഗോവണിപ്പടികൾ സ്റ്റെയർ കേസിൽ എണ്ണി പോവുകയാണ്. കാരണം ഈ അമ്മയുടെ വിഷമാവസ്ഥകൾ ഡോക്ടർ പറയുന്ന കാര്യം ഈ മകൾക്ക് നേരെ ചൊവ്വെ കാണണ്ട. അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകളെ കഥയിൽ കാണാൻ സാധിക്കും. ഒരു ഓർമ്മ നഷ്ടപ്പെട്ട തൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകളെ കാണാൻ സാധിക്കും. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം, കാരണം അദ്ദേഹം പറഞ്ഞു. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം അദ്ദേഹം പറയുകയാണ്, അല്ല, അൽഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ എന്ന് കൂട്ടിക്കൊള്ളൂ അല്ലേ. അൽഷിമേഴ്സ് ഡിസീസ്, ഈ മറവി രോഗത്തെക്കുറിച്ച്, അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മറവി രോഗം മക്കളെ, മറവി രോഗം. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ മറവി രോഗമാണ്. ഈ മറവി രോഗത്തെക്കുറിച്ച് പ്രത്യേകം ഒന്നും പറയാനില്ല എന്നാണ് പറയണേ. ഇപ്പം അത്രയും തീവ്രമായ രോഗമാണ് ഇത് മക്കളെ, ഈ മറവി. നമുക്കറിയാം എന്താ മക്കളെ പറയാം, ഈ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നാൽ സാറ് പറയും, നീ ഓർത്തില്ലേ സാർ, മറന്നു പോയി സാറേ, ഒരൊറ്റ അടിയായിരുന്നു അല്ലേ. ആ മറവി അല്ല ഈ മറവി. എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും മറന്നു പോവുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പേര് പോലും മറന്നു പോകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ്. നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ തന്മാത്ര, ഇതളൂർന്നു വീണ പനി നീർദളങ്ങൾ എന്ന പാട്ട് വരുന്ന സിനിമയിലടാ മോഹൻലാലിൻ്റെ തന്മാത്ര. മോഹൻലാൽ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡും കിട്ടിയ സിനിമയാണ്. ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചത് അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ഒരവസ്ഥയാണ്. അതേപോലെ അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. പ്രതികരണശേഷി ശ്രദ്ധിക്കണം, അതായത് ഈ അമ്മ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറയുന്നു. പ്രതികരണശേഷി ശ്രദ്ധിക്കണം കേട്ടോ. ഈ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി നോക്കണം. ഈ രോഗത്തിൽ ഈ രോഗിനെക്കാട്ടും ഈ അൽഷിമേഴ്സ് രോഗം ബാധിച്ച ആ രോഗിയെക്കാളേറെ ശ്രദ്ധ വേണ്ടത് ആ രോഗിയെ ശുശ്രൂഷിക്കുന്ന ആൾക്കാണ്, ആ പരിപാലിക്കുന്ന ആൾക്കാണ് ശ്രദ്ധ വേണ്ടത്. ഈ ഡോക്ടർ പറയാണ്, പ്രതികരണശേഷി ശ്രദ്ധിക്കണം, ഈ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ, അമ്മയ്ക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് ഈ മകളെയും അമ്മയെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടുകയാണ്. തലചരിച്ച് ഔപചാരികമായ യാത്ര പറയുന്നിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാഴ്ചയെക്കാളും അധികമാണ് ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന്, ഈ ഫ്ലാറ്റിലെ അടഞ്ഞ വാതിലിന് പിറകിൽ എന്നെയും അമ്മയെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാമൗനം അല്ലേ. മൗനം എന്ന് പറഞ്ഞാൽ മരണമാട്ടോ. മൗനം എന്ന് പറഞ്ഞാൽ ഇവിടെ മരണം കടന്നു വരുന്നു. ഇവിടെ എന്താ പറയണേ? തലചരിച്ച് ഔപചാരികമായ യാത്ര പറയുന്നതിനിടയ്ക്ക്, ഡോക്ടറോട് യാത്ര പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർ കാണാതെ പോകുന്ന ചില കാര്യമുണ്ട്. ഇതാണ് മരണം. തൻ്റെ അമ്മ ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടു പോകുമെന്ന ഭയം ഈ മകളെ അലട്ടുന്നു. തനിക്ക് തൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ നഷ്ടപ്പെട്ടു പോയാൽ ഒറ്റപ്പെടും. അപ്പം അമ്മ നഷ്ടപ്പെട്ടു പോകുമെന്ന മരണഭയത്തെയാണ് ഇവിടെ മൗനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാഴ്ചയെക്കാളും അധികമാണ് ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന്, ഈ ഫ്ലാറ്റിലെ അടഞ്ഞ വാതിലിന് പിറകിൽ എന്നെയും അമ്മയെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാമൗനം. മരണം എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എന്ന് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ മൗനം അല്ലേ. ഈ ഫ്ലാറ്റിലെ 4 ചുമരുകൾക്കുള്ളിൽ അമ്മയെ നോക്കിക്കൊണ്ട് ആ മകൾ ഇരിക്കുകയാണ്. തൻ്റെ അമ്മയും മകളും തമ്മിൽ മൗനമാണ്. അമ്മക്കൊന്നും സംസാരിക്കാനില്ല. കാരണം എന്താണ്? ഓർമ്മകൾ നഷ്ടപ്പെട്ട കഥാപാത്രമാണ് കഥയിലെ അമ്മ. ഈ അമ്മയും മകളും തമ്മിൽ എന്താണ്? മൗനമാണ്.
ഈശ്വരൻ എന്ന് വച്ചാലും ഇങ്ങനെ തന്നെയോ എന്ന് സന്ദേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാമൗനം. ഈശ്വരന്മാർ പോലും കൈവിടിഞ്ഞ അവസ്ഥയിലാണ് ഈ അമ്മയും മകളും. ഈ അമ്മയുടെ ഓർമ്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. തന്നെ നഷ്ടപ്പെട്ട അമ്മയുടെ ഓർമ്മകളെ ചൊല്ലിക്കൊണ്ട് വിലപിക്കുന്ന മകളെയും കഥയിൽ കാണാൻ സാധിക്കും. അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ്. എവിടെ മക്കളെ? അകത്തെ മുറിയിൽ അമ്മ കിടക്കുന്നുണ്ട്. ഇവരെവിടെ എത്തി? ഫ്ലാറ്റിലെത്തി. ഓക്കെ, ഫ്ലാറ്റിലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും മകളും എവിടെ എത്തി മക്കളെ? ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റിൽ അകത്തെ മുറിയിൽ ആരും കിടക്കുന്ന അമ്മ കിടക്കുന്നുണ്ട്. ഒരു നേർരേഖ പോലെ നിശ്ചലയായി സമാധാനത്തോടെ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ഫ്ലാറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം അമ്മക്കൊന്നും ചെയ്യാനില്ല. ഓർമ്മകൾ നഷ്ടപ്പെട്ട കഥാപാത്രമായി കഥയിൽ ആര് മാറി? നമ്മുടെ അമ്മ മാറി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഈ മകളെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അമ്മക്ക് എന്നെ ഓർമ്മയുണ്ടോ? അമ്മക്ക് വേറെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇതെന്താ അമ്മേ? അതാരാ അമ്മയെന്ന് ചോദിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് ആര് വരികയാണ്? ഫ്ലാറ്റിൽ കിടക്കുന്ന അമ്മേൻ്റെ അടുത്തേക്ക് മകൾ വന്നു. എൻ്റെ ഓരോ കാൽവയ്പ്പിലും അമ്മ ഇപ്പോൾ തല ചരിച്ചു നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഈ മകളുടെ ഓരോ കാൽവയ്പ്പിലും ഈ മകൾ അമ്മയുടെ അടുത്തേക്ക് കാൽ വെച്ച് പോവുകയാണ്. ഈ അമ്മയുടെ ഓരോ കാൽവയ്പ്പിലും ഈ അമ്മ തന്നെ ശ്രദ്ധിക്കും. താൻ മകളാണ് എന്ന് അമ്മ മനസ്സിലാക്കുന്ന ഈ മകൾ ചിന്തിക്കുകയാണ്. ഇത് തൻ്റെ മകളാണെന്ന് പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല. കാരണം എന്താണ്? അമ്മയ്ക്ക് അൽഷിമേഴ്സാണ്, മറവി രോഗം. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, തന്നെ പരിചരിക്കുന്നത്, തന്നെ നോക്കുന്നത് തൻ്റെ മകളാണെന്ന് പോലും അമ്മയ്ക്ക് അറിയുന്നില്ല. കാരണം എന്താണ്? അമ്മയ്ക്ക് മറവി രോഗമാണ്, അൽഷിമേഴ്സാണ്. തൻ്റെ അമ്മ തന്നെ തിരിച്ചറിയുന്നില്ല എന്ന വലിയ ദുഃഖമാണ് ആരെ വേട്ടയാടുന്നത്? തൻ്റെ മകളെ വേട്ടയാടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കര ഭീകരമായ രോഗമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അമ്മയുടെ അടുത്തേക്ക് ആര് വരികയാണ്? മകൾ വരികയാണ്. അമ്മയെ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓരോ കാൽവയ്പ്പും അമ്മയുടെ അടച്ചിട്ട ഓർമ്മയുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരമെന്നോണം മടങ്ങി വരുന്നത് പോലെ. അപ്പം ഈ മകളുടെ ഓരോ കാൽവയ്പ്പും അമ്മയുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മുട്ടുന്നുണ്ട്. അമ്മ എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറയുന്ന പോലെ. വാതിൽക്കൽ മുട്ടി നൊമ്പരമെന്നോണം. നൊമ്പരം വെച്ചാൽ സങ്കടം, ദുഃഖം അല്ലേ? നൊമ്പരമാണ് മകൾക്ക് വരുന്നത്. അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അമ്മ തിരിച്ചറിയുന്നില്ല. തൻ്റെ മകളാണ് എന്ന കാര്യം അമ്മ തിരിച്ചറിയുന്നില്ല. അത് ഈ കുട്ടിയിൽ, ഈ മകളിൽ സങ്കടം ഉണ്ടാക്കുന്നു. എൻ്റെ ഓർമ്മയാവട്ടെ ഒരു വലിയ എട്ടുകെട്ട് പോലെയും, എന്നാൽ മകളുടെ ഓർമ്മയോ ഒരു വലിയ എട്ടുകെട്ട് പോലെ എന്ന് പറഞ്ഞാൽ വലിയ ഓർമ്മകളാണ്. ഈ അമ്മയെക്കുറിച്ചുള്ള മകളുടെ ഓർമ്മകൾ വലുതാണ് അല്ലേ? അമ്മയെക്കുറിച്ചുള്ള മകളുടെ ഓർമ്മകൾ വലുതാണ്. എന്നാൽ ഈ മകളെക്കുറിച്ച് അമ്മയ്ക്ക് ഓർമ്മയില്ല. അമ്മയുടെ ഓർമ്മകൾ മുഴുവനും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. 10-12 കുട്ടികളോടൊപ്പം ഈ മകള് പഴയ കാലഘട്ടം ആലോചിക്കുകയാണ്. അമ്മയുമൊത്തുള്ള പഴയ കാലഘട്ടം. ചെറുപ്പത്തിൽ ഈ അമ്മ തന്നെ നോക്കിയതല്ലേ? ചെറുപ്പത്തിൽ നമ്മളുണ്ടും മണ്ണുവാരി കളിച്ചതും മറന്നു പോയോ നീ, മറന്നു പോയോ. ഈ അമ്മയ്ക്ക് തൻ്റെ മകളാണ് എന്ന് ഓർമ്മയില്ല. പക്ഷേ മകൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ഈ അമ്മയുമായിട്ടുള്ള ചെറിയ കാലത്തിലെ ചെറുപ്പത്തിലെ അനുഭവങ്ങൾ, ബാല്യകാലത്തെ അനുഭവം. അതേപോലെ തൻ്റെ ഓർമ്മകൾ എട്ടുകെട്ട് പോലെ പിണഞ്ഞു നിൽക്കുന്ന അമ്മയുമായിട്ടുള്ള ഓർമ്മകൾ മകൾ ആലോചിക്കുകയാണ്. ആ ഒരു ഓർമ്മയാണ് ഇവിടെ പറയുന്നത്. 10-12 കുട്ടികളോടൊപ്പം ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മകള് സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും എൻ്റെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ. ഈ അമ്മ അല്ലേ? താൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കുട്ടികളോടൊത്താണ് ഈ മകൾ തിരിച്ചു വരിക സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കാൽപെരുമാറ്റത്തിനിടയിൽ തൻ്റെ കാലിൻ്റെ ശബ്ദം കേട്ടുപോലും തന്നെ തിരിച്ചറിയുന്ന അമ്മയ്ക്ക് ഇപ്പോൾ താൻ മകളാണെന്ന് തിരിച്ചറിവ് പോലുമില്ല. ആ അവസ്ഥയെ ഓർത്തുകൊണ്ട് ഈ മകൾ സങ്കടപ്പെടുകയാണ്. അമ്മ ചുവരിൽ കണ്ണും നട്ട് കിടക്കുകയാണ്. ഈ മകളെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മ ചുമരിൽ ഇങ്ങനെ കണ്ണും നട്ട് കിടക്കുകയാണ്. അമ്മ ഇങ്ങനെ കിടക്കുക, കണ്ണും ഇങ്ങനെ നോക്കിക്കൊണ്ട് ചുമരിൽ. നമുക്കൊന്നും ചെയ്യാനില്ല. അമ്മയുടെ ഓർമ്മകൾ മുഴുവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ചുവരിൽ 10 വർഷം മുമ്പ് അകാലത്തിൽ മരിച്ചുപോയ എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ അല്ലേ? അമ്മയുടെ ഏട്ടത്തി, അതായത് ഇവരുടെ ഏട്ടത്തിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് അമ്മ കിടക്കുകയാണ്. ഈ മകളുടെ ഏച്ചിയെ, ഈ അമ്മയുടെ മൂത്ത മകളെ ഫോട്ടോ നോക്കി അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. 10 വർഷം മുമ്പ് ഈ മകളുടെ മൂത്ത ഏച്ചി മരിച്ചുപോയി, അതായത് അമ്മയുടെ മൂത്ത മകൾ മരിച്ചുപോയി. ആ ഒരു ഫോട്ടോ നോക്കി അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അമ്മക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ തൻ്റെ മകളാണെന്ന്, മൂത്ത മകളാണെന്ന്. അകാലത്തിൽ മരിച്ചുപോയ എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ. അമ്മ എന്താവാം ഓർക്കുന്നത്? അമ്മ എന്താ ഓർക്കുന്നേ? ഈ മകൾ ചിന്തിക്കുകയാണ്. തൻ്റെ ഏച്ചിയുടെ 10 വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ ഏച്ചിയുടെ ഫോട്ടോ നോക്കി അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ അമ്മ എന്താ ആലോചിക്കുന്നതെന്ന് ഈ മകൾ ചിന്തിക്കുകയാണ്. ഞാൻ കട്ടിലിൽ ചെന്ന് ചേർന്നിരുന്ന് വിളിച്ചു. ഈ മകൾ പറയാണ്, ഈ മകൾ കട്ടിലെടുത്ത് പോയിട്ട് അമ്മയെ വിളിച്ചു. അമ്മേ
അമ്മ എണീക്കമ്മേ എണീക്കമ്മേ എന്ന് മകൾ വിളിക്കുകയാണ്. അമ്മേ തിരിച്ചറിവിൻ്റെ യാതൊരു സൂചനയും തരാത്ത ഒരു നോട്ടം അമ്മ എനിക്ക് നീട്ടുന്നു. അങ്ങനെ തിരിച്ചറിവിന് ഒരു സൂചനയും തരാതെ ഈ അമ്മ ഈ മകളെ നോക്കി. ഈ മകൾ അമ്മയെന്ന് വിളിച്ചു. ഇപ്പം ഈ അമ്മ ഈ മകളിങ്ങനെ നോക്കി. തിരിച്ചറിവിൻ്റെ യാതൊരു സൂചനയും തരാത്ത ഒരു നോട്ടം അമ്മ എനിക്ക് നേരെ നീട്ടുന്നു. അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അകലത്തിലാണ് അമ്മ വസിക്കുന്നത്. അമ്മയെ വിളിച്ചിട്ട് അമ്മ തിരിച്ചറിയുന്നേ ഇല്ല ഇത് തൻ്റെ മകളാണെന്ന്. അപ്പം അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അകലത്തിലാണ് അമ്മ വസിക്കുന്നത്. അമ്മയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി. ഈ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ അമ്മയെ അമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഈ മകള്. ഇപ്പം ഈ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകൾ ചിന്തിക്കുകയാണ്, എത്ര ദൂരത്തേക്കാണ് എൻ്റെ അമ്മ പോയത്? എൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ എവിടെ പോയി? ഞാൻ അമ്മയുടെ മകളാണ് എന്ന് പോലും ഈ അമ്മ തിരിച്ചറിയുന്നില്ലല്ലോ. ആ ഒരു സങ്കടം മകളെ വേട്ടയാടണം. മകൾ കരയാണ്. ഞാൻ മകളാണെന്ന കാര്യം പോലും ഈ അമ്മ തിരിച്ചറിയുന്നില്ല. തന്നെ ചെറുപ്പത്തെ നോക്കി വളർത്തിയ അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ അമ്മയുടെ മകളാണെന്ന് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ആ വേദന ഒരു മകളെ എത്ര തകർക്കുന്നു ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അമ്മ നിങ്ങളെ തിരിച്ചറിയുന്നില്ല, നിങ്ങൾ അമ്മയുടെ മകളോ മകനോ ആണെന്ന്. ആ വേദന നമ്മൾ എത്രത്തോളം വേദനിപ്പിക്കും. അതേപോലെ ഈ മകൾ സങ്കടപ്പെടുകയാണ്. ഈ അമ്മ തിരിച്ചറിയുന്നില്ല താൻ അമ്മയുടെ മകളാണെന്ന കാര്യം. ഹൃദയം നുറുങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്ന് നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്. അങ്ങനെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന അറിയില്ലെന്ന് നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്. ഈ മകള് അമ്മയോട് ചോദിച്ചു, അല്ലെങ്കിൽ ഈ മകള് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്താ ആലോചിക്കുന്നത്? അമ്മ എന്താ ആലോചിക്കുന്നത്? ഈ മകൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്താ ആലോചിക്കുന്നത് എന്ന്. എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധനെറ്റിയിൽ ചുളിവുകൾ. അമ്മ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധനെറ്റിയിൽ ചുളിവുകൾ. അമ്മയുടെ നെറ്റിയിൽ ചുളിവുകൾ ഇങ്ങനെ വരികയാണ്. അമ്മ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? അമ്മയെ വിളിച്ചപ്പോൾ അമ്മ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മോളെ നീ ആരാ? പക്ഷേ അമ്മക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അമ്മയെ അൽഷിമേഴ്സ് രോഗം പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു, മറവി രോഗം. ആ വൃദ്ധയുടെ നെറ്റി ചുളിവുകൾ. മക്കൾ ഈ ഒരു വരി അണ്ടർ ചെയ്ത് പഠിക്കണം കേട്ടോ. അമ്മ എന്താ ആലോചിക്കുന്നത്? എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധ നെറ്റിയിൽ ചുളിവുകൾ. ഒരു മറുപടിക്ക് കാക്കുകയാണ് ഞാൻ. അല്ലെ, അമ്മയുടെ വൃദ്ധ നെറ്റിയിൽ എന്ത് വരികയാണ് മക്കളെ? ചുളിവുകൾ വരികയാണ്. കാരണം ഈ വൃദ്ധ നെറ്റി ചുളിവുകൾ എപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഓർത്തെടുക്കുമല്ലേ ചുളിവുകൾ, നെറ്റികൾ ചുളുങ്ങുക. പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക് പ്രത്യേക ചുളിവുകൾ വരും, അവരുടെ ശരീരം ചുളുങ്ങും അല്ലേ. അപ്പം അതേപോലെ അമ്മ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അമ്മക്കത് മുഴുവനായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഈ രോഗം കാരണം. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. അവസാനം ഈ മകളോട് തന്നെ ചോദിക്കുകയാണ്, അമ്മ എന്താവാം ആലോചിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ ഹൃദയം മനസ്സിനോട് പറയുന്നു. അല്ലേ മക്കളെ, ഈ മകൾ ചിന്തിക്കുകയാണ്, ഈ അമ്മ എന്തായിരിക്കാം ചിന്തിച്ചത്? അമ്മ എന്നെക്കുറിച്ചാണോ, എൻ്റെ മരിച്ചുപോയ ഏച്ചിനെ കുറിച്ചാണോ, അത് വേറെ ആരെയും കുറിച്ചാണോ? മകൾക്ക് അറിയില്ല. പക്ഷെ മകൾ ചിന്തിക്കുകയാണ്, അമ്മ എന്തായിരിക്കാം ചിന്തിച്ചത്? അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിൽ ഒരംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. മക്കൾ ഇമ്പോർട്ടൻ്റ് വരികട്ടോ. എന്താണ്? അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിൽ ഒരംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. അമ്മമാർക്ക് മക്കളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം മക്കൾ എന്താണെന്ന്, പക്ഷേ മക്കൾക്കാണ് അമ്മയെക്കുറിച്ച് അറിയാത്തത്. ഈ കഥയിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു, പക്ഷേ അമ്മയ്ക്ക് ഓർത്തെടുക്കാനും പറ്റുന്നില്ല. പക്ഷേ അമ്മയുടെ ഓർമ്മകളിൽ വളരെ സുന്ദരമായ കാലഘട്ടമുണ്ട് മക്കളെക്കുറിച്ച്. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഈ വരികൾ പറയണേ. മാതാപിതാക്കളെ മക്കൾ അറിയുന്ന പോലെ മക്കൾക്ക് മാതാപിതാക്കളെ അറിയാൻ സാധിക്കുന്നില്ല. മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ അവരെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളൊക്കെ നമുക്ക് ഈ വരി സൂചിപ്പിക്കാൻ സാധിക്കും. നോക്കിയിരിക്കെ ആ നെറ്റിയിലെ ചുളിവുകൾ മായുന്നതും ആ മുഖം ശാന്തമായ ഒരു പ്രസന്നത കൈവരിക്കുന്നതും ഞാൻ കണ്ടു. അവസാനം ഈ അമ്മയുടെ മുഖത്ത് ചുളിവുകളൊക്കെ ഇങ്ങനെ മെല്ലെ മാഞ്ഞു വന്നു. ഒരു പ്രസന്നത, സന്തോഷം അമ്മയുടെ മുഖത്ത് വന്നു. വാതിലടച്ച് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ അമ്മയുടെ ഓർമ്മകളുടെ ചുളിവുകളിലോ നിവരിലോ ഇപ്പോൾ ഞാനില്ല. ഒരുപാട് കാലം ആ ചുളിവുകളും നിവരലും എന്നെക്കുറിച്ചായിരുന്നുവല്ലോ, വേരറ്റു പോകുന്ന പോലെ അല്ലേ. അമ്മ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെക്കുറിച്ച് ആലോചിച്ചിരുന്നു.
ഞാൻ അമ്മയുടെ മകളാണെന്ന കാര്യം അമ്മ അറിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അമ്മ അറിയുന്നില്ല ഞാൻ അമ്മയുടെ മകളാണെന്ന കാര്യം. കാരണം എന്താണ്? അമ്മക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. അൽഷിമേഴ്സ് ആണ്. ഈ മകള് ചിന്തിക്കുകയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഞാൻ അമ്മയുടെ മകളാണെന്ന കാര്യം. പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് അറിയില്ല ഞാൻ അമ്മയുടെ മകളാണെന്ന്. കാരണം അമ്മയുടെ ഓർമ്മയുടെ തന്മാത്രകളെ അൽഷിമേഴ്സ് രോഗം കാർന്ന് തിന്നിരിക്കുന്നു. അമ്മ പൂർണ്ണമായും എന്നെ മറന്നു പോയിരിക്കുന്നു എന്ന മഹാസങ്കടം ഈ മകളെ വേട്ടയാടുന്നു. അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്, അല്ലേ? ആ ഒരു വരി ഭയങ്കര കേട്ടോ. എന്താ മക്കളെ പറയണേ? അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. ഈ അമ്മയ്ക്ക് മകളെക്കുറിച്ച് ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ആ ദുഃഖം മകളെ വേട്ടയാടുന്നു. ഇപ്പം ഈ മകള് പറയാണ്, അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. അമ്മയ്ക്ക് പൂർണ്ണമായി മകളെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന വിവരം ഈ വരികളിൽ കാണാം. മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. എടുക്കുന്നത് വരെ ശാഠ്യം പിടിക്കുന്ന കുട്ടി കണക്കെ അങ്ങേയറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു. എന്നു മടങ്ങും? അമ്മയെ നോക്കാൻ നഴ്സിനെ ഏർപ്പാടാക്കാത്തത് എന്താണ്? അമ്മ എന്നു വരും? ദീപുമോന് പനിയാണ്, അല്ലേ? അത്തരത്തിൽ സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. വഴി നോക്കണേ. മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുകയാണ്. എങ്ങനെ? ഈ അമ്മയുമായിട്ടുള്ള ഈ ഫ്ലാറ്റിൽ ജീവിക്കുമ്പം മുറിയിൽ ഫോൺ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നത് വരെ ശാഠ്യം പിടിക്കുന്ന കുട്ടി കണക്കെ അങ്ങേ അറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു. ഇപ്പം ഈ ഭർത്താവും കുട്ടികളൊക്കെ മാറി മാറി ആ ഫോൺ സംസാരിക്കുന്നുണ്ട്. എന്നു മടങ്ങും? അമ്മയെ നോക്കാൻ നഴ്സിനെ ഏർപ്പാടാക്കാത്തത് എന്താണ്? അമ്മ എന്നു വരും? ദീപുമോന് പനിയാണ്. ഓക്കെ, അതായത് ദീപുമോനുമായിട്ടുള്ള ഒരു സംസാരമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഞാൻ ഫോൺ താഴ്ത്തു വയ്ക്കവേ അമ്മ പ്രസന്നമായും സ്ഫുടമായും ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ മകളെ ഈ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് ഫോൺ താഴെ വെച്ചപ്പോൾ ഈ അമ്മ ചോദിച്ചു. അമ്മ എന്തോ ചോദിച്ചു. അമ്മക്ക് എന്തോ ഒരു ഓർമ്മ എവിടെയോ ഉണ്ട്. കഥാകഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി വന്നതല്ലേ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഓർമ്മകൾ പോയും വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ അമ്മക്ക് ചെറിയ ഓർമ്മയുണ്ട്. അങ്ങനെ അമ്മ ചോദിക്കുകയാണ്, ആരാ ഫോൺ വിളിച്ചത്? ദീപു ആണോ? അവന് സ്കൂൾ അടച്ചോ? അല്ല, അമ്മ ചോദിച്ചു. ദീപു ആണോ മോളെ ഫോൺ വിളിച്ചത്? അവന് സ്കൂൾ അടച്ചോ? ഈ മകളുടെ മകനാണ് ആര്? ദീപു. ഇപ്പം ദീപു ആണ് വിളിച്ചതെന്ന് അമ്മ ചോദിക്കണം. അമ്മയുടെ മനസ്സിലെ ഓർമ്മകളിൽ എവിടെയോ ദീപു മോനുണ്ട്. ഈ മകളുടെ മകനായ ദീപു എവിടെയോ ഉണ്ട്, അല്ലേ? ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഈ മകളെ വേഗം തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു, അല്ലേ? മകൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മക്ക് ദീപു മോനെ ഓർത്തല്ലോ. ദീപുവാണമ്മേ. ദീപുവിന് അടുത്ത ആഴ്ച സ്കൂൾ അടയ്ക്കും. അമ്മയ്ക്ക് ദീപുവിനെ, അല്ലേ? അമ്മക്ക് ദീപുവിനെ ഓർമ്മയുണ്ടോ? അമ്മക്ക് ദീപുവിനെ ഓർമ്മയുണ്ടല്ലേ? ദീപു വിളിച്ച അമ്മേ, അവന് അടുത്ത ആഴ്ച സ്കൂൾ അടക്കും, അവൻ ഇങ്ങോട്ട് വരും. പക്ഷെ അമ്മക്ക് എങ്ങനെ ദീപുവിനെ ഓർക്കാൻ പറ്റി? മകൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. താൻ അമ്മയുടെ മകളാണെന്ന കാര്യം അമ്മയ്ക്ക് ഓർമ്മയില്ല. പക്ഷേ തൻ്റെ മകൻ്റെ കാര്യം, ദീപുമോൻ്റെ കാര്യം അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അമ്മയുടെ ഓർമ്മകളിൽ എവിടെയോ ഒരു ഓർമ്മ ഉണ്ടല്ലേ? ഓർമ്മയുടെ ഞരമ്പുകൾ എവിടെയോ ഉണ്ട്. എൻ്റെ വർത്തമാനം പാതിക്കു വെച്ച് നിശബ്ദമാകുന്നു. അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നു ഞാൻ കാണുകയാണ്. പിന്നെ വീണ്ടും ഈ മകള് വർത്തമാനം നിർത്തിവെച്ചു. കാരണം അമ്മക്കൊന്നും ഓർമ്മയില്ല. അമ്മ വീണ്ടും എന്തായി? ജനാല നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ശൂന്യമായ ജനാല പോലെ ഈ അമ്മയുടെ ഓർമ്മ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് വീണ്ടും ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന തഥാകഥയായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു. മക്കളെ, ഇതാണ് അതിൻ്റെ അർത്ഥം. വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന തഥാകഥയായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു. പോയും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ? ഓർമ്മ. ഈ അമ്മയിൽ തഥാകഥ, അമ്മയുടെ ഓർമ്മകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എത്ര നിർമ്മമായ നോട്ടം. അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്ലോക്കിൽ മണി 12 അടിച്ചു. 12 മണിയായി. 12 മണിയായാൽ അമ്മക്കൊന്നൊരു മരുന്ന് കൊടുക്കാനുണ്ട് കേട്ടോ. ക്ലോക്കിൽ 12 മണി അടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ണിൽ മരുന്നുറ്റിക്കേണ്ട സമയമായി, കണ്ണു കാണിക്കൂ. ഇപ്പം ഈ അമ്മയുടെ കണ്ണിൽ എന്തോ മരുന്നുറ്റിക്കണം. കണ്ണിന് മരുന്നുറ്റിക്കേണ്ട സമയമായി. ഇപ്പം മകൾ പറയാണ്, അമ്മേ കണ്ണൊന്ന് കാണിക്ക്, കണ്ണിന് മരുന്നുറ്റിക്കേണ്ട സമയമായി, കണ്ണ് കാണിക്കൂ. അമ്മ കണ്ണുകൾ ഇറുക്കി അടച്ച് വായ തുറന്ന് കാണിച്ചു. ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു. എനിക്ക് തെല്ലുറക്കെ ഞാൻ ശാസിക്കുകയാണ്, അല്ലേ? അമ്മയോട് മകൾ പറയാണ്, അമ്മേ 12 മണിയായി, ആ കണ്ണൊന്ന് തുറന്നാട്ടാ, കണ്ണിന് മരുന്നുറ്റിക്കണം. ഇപ്പം ഈ അമ്മ കൊച്ചുകുട്ടികളെ പോലെയാണ്. കാരണം ഈ അൽഷിമേഴ്സ് രോഗം വന്ന ചെറിയ കുട്ടികളെ പോലെ ഒന്നും ചെയ്യുന്ന എന്താ അറിയില്ല. അമ്മക്ക് ഓർമ്മയില്ല. അമ്മ കണ്ണ് തുറന്ന് കണ്ണടച്ച് വായ തുറന്നു. കണ്ണിനെ മരുന്നുറ്റിക്കണ്ടേ? ഇപ്പം ഈ മകൾ പറയണം, അമ്മേ ഈ കണ്ണും തുറന്ന് മരുന്നുറ്റിക്കട്ടെ എന്ന്. ഇപ്പം ഈ അമ്മക്ക് എന്താക്കി? കണ്ണടച്ചിട്ട് വായ തുറന്നു. ഇപ്പം ഈ മകൾക്ക് ചിരി വന്നു. പക്ഷെ ചിരിയോടൊപ്പം മകൾക്ക് എന്ത് വന്നു? സങ്കടവും വന്നു.
താൻ ഇത്രയേറെ സ്നേഹിക്കുന്ന തൻ്റെ അമ്മ, തന്നെ ഇത്രയേറെ സ്നേഹിച്ച തൻ്റെ അമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട് അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഈ മകളുടെ കണ്ണിൽ എന്തു വരികയാണ് മക്കളെ? സങ്കടം വരികയാണ്. അമ്മയെ നോക്കിക്കൊണ്ട് മകൾ സങ്കടപ്പെടുകയാണ്. എൻ്റെ അമ്മ ഇതുപോലെ ആയ അവസ്ഥ കണ്ട് മകൾ സങ്കടപ്പെട്ടു. എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ കണ്ണ് തുറക്കും അല്ലേ? മകൾ പറയാണ്, എന്താ അമ്മ ഇത്? കൊച്ചു കുട്ടികളെ പോലെ കണ്ണൊന്ന് തുറക്കും അമ്മേ. എന്താ അമ്മേ, അമ്മക്ക് എന്നെ ഓർമ്മയില്ലേ അല്ലേ? മകൾക്ക് സങ്കടം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയെ ഒരു കൊച്ചു കുട്ടിയെ പോലെ നോക്കാണ് മകള്. അമ്മയോട് കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ അമ്മ കണ്ണുപോലും തുറക്കാതെ കണ്ണടച്ച് വായി തുറക്കാണ്. അത്രയും ഓർമ്മ നഷ്ടപ്പെട്ടു. ഏതാണ് തുറക്കേണ്ടത്, ഏതാണ് അടക്കേണ്ടതെന്ന് പോലും അമ്മക്ക് ഓർമ്മയില്ല. ഇത് കണ്ട് മകൾക്ക് സങ്കടമായി. എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ കണ്ണ് തുറക്കൂ അമ്മയെന്ന് മകൾ പറയാണ്. കണ്ണിൻ്റെ അടിത്തട്ടിൽ കിടന്നു മിന്നിയിരുന്ന അമ്മയുടെ ചിരി മരുന്നിൽ കലങ്ങി മറിഞ്ഞു. അങ്ങനെ അമ്മയുടെ കണ്ണിൽ എന്തുറ്റിച്ചു? മരുന്നുറ്റിച്ചു. മുഖം തുടച്ചു കൊടുത്ത് താങ്ങിയെടുത്ത് ഞാൻ വീൽ ചെയറിലേക്ക് അമ്മയെ ഇരുത്തി സാവധാനം മുന്തി നടന്നു. അങ്ങനെ ആ മരുന്നൊക്കെ ഒറ്റിച്ച് കണ്ണിലെ അമ്മേനെ വീൽ ചെയറിൽ ഇരുത്തി ആ ഫ്ലാറ്റിലൂടെ അമ്മയെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോവാണ്. ആര്? ഈ മകള് ഫ്ലാറ്റിലൂടെ അമ്മയെ ഉന്തി ആര് കൊണ്ടുപോവാണ്? മകൾ ഇങ്ങനെ ഫ്ലാറ്റിലൂടെ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുത്തി ഇങ്ങനെ ഉന്തി കൊണ്ടുപോവാണ്. ഇപ്പോൾ ഞങ്ങൾ ജനാലയ്ക്കരികിലാണ്. അങ്ങനെ ഈ അമ്മയെ ഉന്തി ജനാലയുടെ അരികിലെത്തി. ഫ്ലാറ്റിലെ ജനാലയുടെ അരികിലെത്തി. താഴെ മൈതാനത്ത് കുട്ടികൾ പന്തു കളിക്കുന്നു. പൊടിയും ആർപ്പ് വിളികളും ഉയരുന്നു. മക്കള് എന്ത് കളിക്കുന്നുണ്ട്? ഫുട്ബോൾ കളിക്കുന്നു താഴെ മൈതാനത്തിൽ. ഓ എടാ ഗോൾ അടിക്കടാ, സർക്കറ്റ് അടിക്കടാ, എടാ ഷൂട്ട് അടിക്കടാ, പാസ് ആടാന്നൊക്കെ പറഞ്ഞ് മക്കൾ ആർപ്പ് വിളിക്കുന്നുണ്ട്. ഇപ്പം ഫ്ലാറ്റിലെ ജനാല വഴി മക്കൾ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ സാധിക്കും. പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്ന് താഴേക്ക് പതിക്കുന്നു. ഇപ്പോൾ ഇവർ ഫുട്ബോൾ കളിക്കുമ്പം ഈ ഫ്ലാറ്റ് ജനാലയിലേക്ക് പന്തുകൾ ഉയർന്നു വരികയാണ്. വീണ്ടും താഴോട്ട് പോയി, വീണ്ടും ഉയർന്നു വന്ന് താഴോട്ട് പോയി. ഇത് ഏതുപോലെ എന്താണ് പറയുന്നത്? ഇവരുടെ ഓർമ്മകൾ പോലെയാണ്, അമ്മയുടെ ഓർമ്മ പോലെ. ഈ ബോൾ വന്ന് പോയി അതേപോലെ ഈ അമ്മയുടെ ഓർമ്മയും വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനാലയുടെ അരികിൽ ഈ ഫുട്ബോൾ വന്ന് വീഴുന്ന പോലെ അമ്മയുടെ ഓർമ്മകളും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷണിക നേരം പെട്ടെന്നുകൊണ്ട് എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി. സന്തോഷങ്ങളും സമാധാനവുമെല്ലാം ഈ ജനാലയുടെ അടുത്ത് വന്ന് പോകുന്ന പന്ത് പോലെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുടെ മകളുടെ ജീവിതത്തിൽ സമാധാനങ്ങളും സന്തോഷങ്ങളും അമ്മയുടെ ഓർമ്മകളും എല്ലാം തന്നെയാണ് ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത്. ഇപ്പം മക്കൾ ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത് ഈ ഫുട്ബോൾ വന്ന് പെട്ടെന്ന് പോകുന്ന പോലെയാണ്. ഈ ജനാലയുടെ അടുത്ത് ഫുട്ബോൾ വന്ന് പെട്ടെന്ന് പോകുന്ന വേഗതയിൽ തന്നെ ഈ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും അമ്മയുടെ ഓർമ്മകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന നമുക്ക് ഭാവാത്മകമായി തരുന്നു എഴുത്തുകാരി. എന്താ വരികളല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. എന്താ മക്കൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണേ? ജീവിതത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല, അമ്മ പുറത്താണ്. ഓർമ്മയിൽ നിന്നും അമ്മ പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ നിന്നും എങ്ങനെയോ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ. എൻ്റെ മകള് പറയാണ് അമ്മയുടെ മനസ്സിൽ നിന്നും ഞാൻ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ല, അമ്മയുടെ മനസ്സിൽ ഞാനിപ്പോൾ ഇല്ല അല്ലെ, അമ്മയുടെ മനസ്സിൽ ഞാനില്ല എന്ന തിരിച്ചറിവാണ് മകൾ ഇവിടെ പറയുന്നത്. അമ്മ അനുസരണയോടെ പന്തുകളി ഇരുന്ന് കാണുകയാണ്. അമ്മ ജനലിനടുത്ത് ഇരുന്ന് ആ പന്തുകൾ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 4 മാസം മുൻപുള്ളൊരു സായാഹ്നം. ആ സമയം അമ്മ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മകൾ ആലോചിക്കുകയാണ്, 4 മാസം മുമ്പുള്ളൊരു സായാഹ്നം, 4 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വൈകുന്നേരം ഈ മകൾ ഓർത്തുപോയി അമ്മയുമായിട്ടുള്ള. എന്താണെന്ന് നോക്കാം നമുക്ക്. അന്നാണ് അമ്മയെ അവസാനമായി നടക്കാൻ കൊണ്ടുപോയത് ഞാൻ. പെട്ടെന്നൊരു നിമിഷം കൈവിടുവിച്ച് നിരത്ത് മുറിച്ച് കടന്ന് എതിർവശത്തെ ഫുട്പാത്തിലെ തിരക്കിൽ അമ്മ അപ്രത്യക്ഷയായി. പിന്നെ 4 മാസം മുമ്പ് അമ്മയും കൊണ്ട് സായാഹ്ന സവാരിക്കാരിറങ്ങി മകളിറങ്ങി. പെട്ടെന്ന് അമ്മ മകളുടെ കൈ തട്ടിത്തെറിപ്പിച്ച് ഓടിപ്പോയി. എവിടെയും അമ്മ ഓടിപ്പോയി. അപ്പം ഈ മകൾക്ക് ബേജാറായി. ഈ മകൾ ഒരുപാട് അന്വേഷിച്ചു, അമ്മ എവിടെ പോയി? തിരക്കാണ്, ടൗണാണ്. ഈ മകള് ഒരുപാട് സങ്കടപ്പെട്ടു തൻ്റെ അമ്മ എവിടെ പോയി എന്ന് നോക്കാൻ വേണ്ടി. നഗരത്തിലെ തിരക്കിൽ ചെവി അടപ്പിക്കും വിധം പെരുമ്പറ കൊട്ടുന്ന ഹൃദയമിടിപ്പോടെ ഞാൻ കണ്ടെത്തുമ്പോൾ ഒരു തുണിക്കടയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഈ മകൾ നോക്കുമ്പോൾ ഒരു തുണിക്കടയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നു അമ്മ. മകളുടെ കൈയും വിട്ട് ഈ അമ്മ എവിടെയോ ഓടിപ്പോയി. ഈ അമ്മ എവിടെ ഓടിപ്പോയപ്പം ഈ മകൾ അമ്മ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അമ്മ എവിടെ നിൽക്കുകയാണ്? ഏതോ ഒരു തുണിക്കടയിൽ ഈ മകളെയും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയുടെ ഓർമ്മ ആ ശേഷം ഇല്ലാണ്ടായ അവസ്ഥ. 4 മാസങ്ങൾക്ക് മുമ്പ് അമ്മയെ നടത്താൻ കൊണ്ടുപോയപ്പോഴുണ്ടായ ഓർമ്മയാണ് മകൾ ഇവിടെ ഓർത്തുപോയത്. അതിനുശേഷം അമ്മയെ നടക്കാൻ കൊണ്ടുപോകാറില്ല. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അമ്മ എവിടെയെങ്കിലും അപ്രത്യക്ഷയാവും. അത് പേടിച്ച് മകൾ അമ്മയും കൂട്ടി പുറത്ത് പോകാറില്ല. ആ ഓർമ്മയാണ് ഇവിടെ പങ്കുവെച്ചത്. തിരികെ വീണ്ടും കഥയിലേക്ക്. ഞാൻ അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരുത്തി. അങ്ങനെ മകൾ വീണ്ടും അമ്മയെ കിടക്കയിലേക്ക് വന്ന് ചാരിയിരുത്തി.
എല്ലിൻ കൂട് പോലുള്ള ആ നെഞ്ചിൻ്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. എല്ലിൻ കൂട് പോലെ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ അമ്മ, തടിച്ചു കൊഴുത്ത അമ്മയല്ല, ഈ രോഗം വന്ന് മെലിഞ്ഞ അമ്മ. ഇപ്പം തന്നെ മെലിഞ്ഞുണങ്ങിയ അമ്മയെ എവിടെ കിടത്തി മകളെ? ആ കട്ടിൽ കിടത്തി. ആ അമ്മയുടെ നെഞ്ചിൻ്റെ സൗണ്ട് ടിപ്പ് 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 വെച്ചാൽ ആ മകൾക്ക് കേൾക്കാമെന്ന് മകൾ പറയുകയാണ്. അമ്മേ കഞ്ഞി തരട്ടെ ഞാൻ ചോദിക്കുന്നു. മകൾ ചോദിച്ചു അമ്മയോട്, അമ്മേ ഞാൻ കുറച്ച് കഞ്ഞി തരട്ടെ എന്ന് മകൾ ചോദിച്ചു. അമ്മയുടെ കണ്ണുകൾ ഏടത്തിയുടെ ഫോട്ടോയിൽ വീണ്ടും ചെന്ന് തങ്ങിയിരിക്കുന്നു. അപ്പം അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തേക്ക മക്കളെ, അമ്മ ഇങ്ങനെ ഏട്ടത്തിയുടെ മുഖം തന്നെ ആ ഫോട്ടോ 10 വർഷം മുന്നേ മരിച്ചുപോയ ഈ മകളുടെ ഏച്ചി, ഈ അമ്മയുടെ മൂത്ത മകളുടെ ഫോട്ടോ അമ്മ നോക്കിയാണ് കിടക്കുകയാണ്. നെറ്റിയിൽ ചുളിവ് വീണിരിക്കുന്നു. എന്ന് വെച്ചാൽ അമ്മ എന്തോ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആരാ അത്? അതെൻ്റെ മകളാണോ? അമ്മക്കറിയില്ല. മരിച്ചുപോയി തന്നെ മകളാണോ എന്ന് പോലും അമ്മക്കറിയില്ല. അപ്പം അമ്മ ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോട്ടോ. ഒരു സ്പൂൺ കഞ്ഞി കോരിക്കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെ മകൾ ഒരു സ്പൂൺ കഞ്ഞി അമ്മയ്ക്ക് കോരിക്കൊടുത്തു. മകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അതാരുടെയാ ആ ഫോട്ടോ? അറിയുമോ? മകൾ ചോദിച്ചു അമ്മയോട്, അമ്മേ അതാരാ അറിയോ ആ ഫോട്ടോയിൽ? മകൾ ചോദിക്കണം അമ്മയോട്, അമ്മേ ആ ഫോട്ടോയിൽ ആരാന്നറിയോ? മകൾ ചോദിച്ചു. എന്തെങ്കിലും പ്രതികരണത്തിനായി ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ്. അപ്പം അമ്മ എന്തെങ്കിലും പ്രതികരണം പറയുമെന്ന് അറിയാൻ വേണ്ടി മകൾ വീണ്ടും ചോദിച്ചു, അമ്മക്കറിയോ ആ ഫോട്ടോയിൽ ആരാന്ന്? മകൾ വീണ്ടും ചോദിക്കുകയാണ്. ഒരു തുള്ളി കണ്ണീർ, ഒരു നെടുവീർപ്പ്, എന്തെങ്കിലും. അമ്മ കണ്ണീരോ നെടുവീർപ്പോ ഒന്നും വിട്ടില്ല. ഈ മകൾ ചോദിച്ചു, അമ്മേ ആ ഫോട്ടോയിൽ കിടക്കുന്നത് ആരാന്നറിയോ അമ്മക്ക്? അമ്മയുടെ മൂത്ത് മോളാ, എൻ്റെ ഏച്ചി മരിച്ചുപോയി 10 വർഷം മുമ്പേ. അമ്മ ഓർക്കുന്നുണ്ടോ? അമ്മക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് മകൾ ചോദിക്കുകയാണ്. പക്ഷേ അമ്മക്കൊന്നും ഓർമ്മയില്ല. അമ്മ നിർവികാരിയായിരിക്കുകയാണ്. കാരണം അൽഷിമേഴ്സാണ്. അമ്മക്കത് മരിച്ചുപോയ തൻ്റെ മകളാണെന്ന് പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല. കണ്ണീരോ നെടുവീർപ്പോ കാണിക്കാതെ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നു. അല്ലെ, അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളും കൂടി അമ്മ എന്തോ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ ഞാൻ ആ മുഖം ഒരു വിരൽ കൊണ്ട് എൻ്റെ നേർക്ക് തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ആ മകളെ അമ്മയുടെ മുഖം ഇങ്ങനെ മകളുടെ നേർക്ക് തിരിച്ചിങ്ങനെ വീണ്ടും ചോദിച്ചു, അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? അമ്മയുടെ അമ്മിണിക്കുട്ടിയെ അല്ലേ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? അമ്മയുടെ അമ്മിണിക്കുട്ടിയെ. എഴുത്തുകാരി ഈ അമ്മിണിക്കുട്ടി, ഈ മകൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന മകളില്ലേ, അവരുടെ പേരെന്താണ്? അമ്മിണിക്കുട്ടി. അമ്മ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന മകളുടെ പേരാണ് അമ്മിണിക്കുട്ടി. അപ്പം അമ്മിണിക്കുട്ടി ചോദിക്കുകയാണ്, ആ ഫോട്ടോയിൽ ആരാ നമുക്ക് മനസ്സിലായില്ല, കുഴപ്പമില്ല, ഞാൻ ആരാ നമുക്ക് മനസ്സിലായോ എന്ന് അമ്മിണിക്കുട്ടി ചോദിച്ചു. അമ്മ പ്രാവിൻ്റേതുപോൽ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞു തുപ്പിക്കളഞ്ഞു. മതിയായ എന്നർത്ഥം. അമ്മ പെട്ടെന്ന് കഞ്ഞി തുപ്പി. എന്നിട്ട് ആ പ്രാവിനെ പോലെ നിഷ്കളങ്കമായ കണ്ണുകൊണ്ട് ആ മകളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടം എൻ്റെ മുഖത്ത് തന്നെ അല്ലേ. ആ അമ്മയുടെ മുഖം ഈ മകളെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ മകളുടെ നേർക്കാണ്, ഈ അമ്മിണിക്കുട്ടിയുടെ നേർക്കാണ് ഈ അമ്മയുടെ നോട്ടം മുഴുവനും. മെല്ലെ കിടത്തി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും അമ്മയെ മെല്ലെ കിടത്തിയാര്? ഈ മകൾ. എന്നിട്ട് ഈ മകൾ ചോദിച്ചു, എവിടെ അമ്മേ അമ്മയുടെ അമ്മിണിക്കുട്ടി? ഈ മകളാണ് അമ്മയുടെ അമ്മിണിക്കുട്ടി, രണ്ടാമത്തെ മകള്. വീണ്ടും മകൾ ചോദിച്ചു, അമ്മയുടെ അമ്മിണിക്കുട്ടി എവിടെ എന്ന് ചോദിച്ചു. അമ്മിണിക്കുട്ടി മരിച്ചുപോയി. എൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാതെ ഓർമ്മകളിൽ എവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു. അല്ലേ, മരിച്ചുപോയ മകളെ ഓർമ്മയില്ല, പകരം നോക്കുന്ന മകളെ മരിച്ചുപോയെന്നാണ് അമ്മ പറയുന്നത്. അത്രമാത്രം തൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയെ സുന്ദരമായി നോക്കുന്ന മകളുടെ കഥയാണ് നമ്മുടെ അക്ഷതയുടെ കഥകൾ അക്ഷത പറയുന്നത്. ഈ കഥയിൽ പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. എന്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയ തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നൊരു മകളുടെ കഥ. അൽഷിമേഴ്സ് രോഗം ബാധിച്ച ആൾക്കാരുടെ, വൃദ്ധരുടെ ജീവിതാവസ്ഥകൾ പറയുന്ന കഥയാണ് നമ്മുടെ അക്ഷതയുടെ ഏതു മക്കളെ, നമ്മുടെ ഈ ഓർമ്മകളുടെ കഥ പറയുന്ന ഇത് കഥ, നമ്മുടെ തഥാകഥ എന്ന് പറയുന്ന കഥ. ഇനി കഥയുടെ പ്രധാന ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും ഈ പാഠഭാഗത്ത് വരാൻ സാധ്യത എന്ന്. തഥാകഥ എന്ന അക്ഷതയുടെ കഥ സമൂഹത്തോട് പങ്കുവയ്ക്കുന്നത് എന്ത്? ഇപ്പം തഥാകഥ എന്ന് പറയുന്ന അക്ഷതയുടെ കഥ സമൂഹത്തോട് പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കാം. വാർദ്ധക്യത്തിൻ്റെ അവസ്ഥാന്തരങ്ങളാണ്, അത് വയസ്സായതിൻ്റെ പല അവസ്ഥകളാണ് തഥാകഥ എന്ന പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുക. വാർദ്ധക്യത്തിൽ മനുഷ്യന് ധാരാളം അസുഖങ്ങളും ഒറ്റപ്പെടലും അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വാർദ്ധക്യമാകുമ്പോൾ മനുഷ്യന് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്, ദുഃഖങ്ങൾ വരാറുണ്ട്.
എന്നാൽ വാർദ്ധക്യത്തിൽ മക്കളുടെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിൻ്റെയും കൈത്താങ്ങുണ്ടായാൽ നല്ലൊരു ജീവിത സായാഹ്നം ആസ്വദിക്കാൻ അവർക്ക് കഴിയും. അല്ലേ? സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും കൈത്താങ്ങുണ്ടായാലേ നല്ലൊരു ജീവിതം ആസ്വദിക്കാൻ ആർക്ക് സാധിക്കും? ഈ വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അത് ഈ അമ്മക്ക് സാധിക്കുന്നുണ്ട്. അമ്മയെ ഈ മകൾ പൊന്നുപോലെ നോക്കുന്നില്ലേ? അത്തരത്തിൽ വാർദ്ധക്യത്തിൽ തൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയെ സംരക്ഷിക്കുന്ന മകളെ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്ന മകളെ കഥയിൽ കാണാൻ സാധിക്കും. അമ്മയ്ക്കിപ്പോൾ ഒന്നും തന്നെ ഓർമ്മയില്ല. എന്താണോ അമ്മ ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അമ്മയുടെ ലോകം. അമ്മയ്ക്ക് എന്താണ് ഓർമ്മയെന്ന് മകൾക്കറിയില്ല. പക്ഷെ അമ്മ എന്തൊക്കെയോ ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ട് നമുക്കറിയാം, അല്ല മകൾക്കറിയാം. ഒഴുക്കിനനുസരിച്ച് അമ്മ നീങ്ങുന്നു. അമ്മയ്ക്കൊപ്പം അമ്മയുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലും മകളായ തനിക്ക് സ്ഥാനം ഉണ്ടാകുമോ എന്നറിയാൻ മകളും തിരക്കുകളെല്ലാം കണ്ടില്ലെന്ന് അടിച്ചു കൂടെ തന്നെയുണ്ട്. അമ്മയെ എന്തെല്ലാം ഓർക്കുന്നുണ്ട്, പക്ഷെ എന്താ ഓർക്കുന്നത് അമ്മക്ക് പോലും അറിയില്ല. അമ്മയുടെ ഓർമ്മകളിൽ എവിടെയോ ഞാൻ ഉണ്ടാകുമോ, അമ്മണിക്കുട്ടി ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി അമ്മണിക്കുട്ടിയും അമ്മയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അമ്മയുടെ ഏതവസ്ഥയാണെങ്കിലും അമ്മയോടൊപ്പം മകളും ചേർന്ന് നിൽക്കുന്നു. അമ്മയുടെ എല്ലാ അവസ്ഥയിലും അമ്മയോടൊപ്പം മകളും ചേർന്നിരിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സമൂഹത്തിൽ അക്ഷുതയുടെ ഈ കഥ ഒരു മാതൃകയാണ്. അല്ല മക്കളെ? മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന സമൂഹത്തിൽ അക്ഷുതയുടെ ഈ കഥ മാതൃകയാണ്. മാതാപിതാക്കളെ വയസ്സാകുമ്പോൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഈ മക്കളുള്ള കാലഘട്ടത്തിൽ നമുക്ക് നേരെയുള്ള ഒരു ചോദ്യമാണ്, ഒരു മാതൃകയാണ് അക്ഷുതയുടെ തഥാകഥ എന്ന് പറയുന്ന ഈ കഥ. അടുത്ത ചോദ്യം എന്താണ്? സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നു. അൽഷിമേഴ്സ് ദിനത്തിൽ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ചിലപ്പോൾ ഈ ഓർമ്മ, ഈ അൽഷിമേഴ്സ് എന്ന രോഗത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് കുറിപ്പ്, അല്ലെങ്കിൽ കുറിപ്പല്ല മക്കളെ, പ്രഭാഷണം കേട്ടോ, ഒരു പ്രഭാഷണം ചിലപ്പോൾ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ ചോദ്യം വരും, ചിലപ്പോൾ ഉപന്യാസം. നമുക്ക് അൽഷിമേഴ്സ് ദിനത്തിൽ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ഈ വാർദ്ധക്യ ദിനത്തിൽ ഒരു പ്രഭാഷണം, അങ്ങനെ ചോദ്യം വരാം. ഇപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രിയ സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന വിവരം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. നമ്മുടെ സമൂഹത്തിൽ പലതരം രോഗാവസ്ഥകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ള മനുഷ്യരെ കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ മാനസസിൻ്റെ വന്ദനം, അല്ലെങ്കിൽ നമസ്കാരം, അല്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇപ്പോൾ ഈ രോഗത്തിൻ്റെയും രോഗകാരണത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ ആദ്യം പറഞ്ഞു വെക്കുക. എന്നിട്ട് പറയാം, നമ്മുടെ സമൂഹത്തിൽ പലതരം രോഗാവസ്ഥകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ള മനുഷ്യരെ കാണാൻ സാധിക്കും. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇത്തരം ശാരീരിക മാനസിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെയും അവരുടെ കുടുംബത്തെയും നാം ഒറ്റപ്പെടുത്തുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യരുത്. ഇപ്പം ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ നാം ചേർത്ത് നിർത്തണം, അവരോടൊപ്പം ആയിരിക്കണം എന്നും കൂടി നമ്മൾ പ്രഭാഷണത്തിൽ പറയണം. നമ്മളാൽ ആകും വിധം കൂടെ നീങ്ങുക. നമ്മളാൽ ആകും വിധം അവരുടെ കൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. കൈത്താങ്ങാകുക, അവരുടെ കൈത്താങ്ങായി മാറുക. അൽഷിമേഴ്സ് എന്നത് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്, അല്ലേ? അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയാണ്. ഈ രോഗാവസ്ഥയ്ക്ക് നിലവിൽ ഇതുവരെ ശരിയായ ചികിത്സാ രീതികൾ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ശരിയായ ചികിത്സയിലല്ല, ഇന്ന് പൂർണ്ണമായൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു അവസ്ഥയായി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ പ്രഭാഷണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നിരന്തരമായ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രോഗത്തിൻ്റെ തീവ്രത കൂടുകയും ക്രമേണ മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രോഗലക്ഷണം. അവസാനം ഈ രോഗം കൂടിക്കൂടി വന്ന അവസാനം മരണത്തിലേക്ക് കടന്നു പോവുകയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. രോഗങ്ങൾ ആർക്കും ഏതു സമയത്തും സംഭവിക്കാം. എല്ലാത്തിനും കരുതലാണ് പ്രധാനം. കരുതലോടെ ഇരിക്കുക, കരുതലായി മാറുക. അതായത് രോഗങ്ങൾ ആർക്കും ഏതു സമയത്തും സംഭവിക്കാം. രോഗങ്ങൾ ഏതു സമയത്തും ആർക്കും സംഭവിക്കാം. എല്ലാത്തിനും കരുതലാണ് പ്രധാനം. കരുതലോടെ ഇരിക്കുക, കരുതലായി മാറുക. ഇപ്പം നമ്മൾ കരുതലോടെ ഇരിക്കുക, കരുതലായി മാറുക എന്ന് പറഞ്ഞ് നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രോഗം ബാധിച്ച ആൾക്കാർക്ക് നമ്മൾ താങ്ങായി കരുതലായി മാറണം, അവരോടൊപ്പം നമ്മൾ ചേർന്നിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രഭാഷണം അവസാനിപ്പിക്കാൻ സാധിക്കണം. അടുത്തൊരു കഥാപാത്ര നിരൂപണം ചോദ്യം വരാം, അല്ലേ? സാധ്യതാ ചോദ്യമാണ്. അമ്മ എന്ന കഥാപാത്രം നിരൂപണം ചെയ്യാൻ ചോദ്യം വരാം. അമ്മിണിക്കുട്ടി, അല്ലെ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന മകൾ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് ചോദ്യം വരാം. അപ്പം അമ്മയെക്കുറിച്ച് എന്തൊക്കെ പറയാം? മകളെ പൊന്നുപോലെ നോക്കിയ അമ്മ, അല്ലേ? ഈ മകൾ പറയുന്നത് ഓർമ്മയില്ലേ? തൻ്റെ കാൽപെരുമാറ്റം കേട്ടാൽ ഉടനെ താൻ മകളാണെന്ന് തിരിച്ചറിവ് അമ്മക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി അൽഷിമേഴ്സ് ബാധിച്ചപ്പോൾ അമ്മയ്ക്ക് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. അപ്പോൾ മകളോട് അങ്ങേയറ്റം സ്നേഹനിധിയായ അമ്മയാണ്. പിന്നെയോ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മ, മനസ്സിൽ ഒരുപാട് വികാര വിചാരങ്ങൾ ചിന്തകൾ കടന്നു പോകുന്ന അമ്മ,
രോഗത്തിൽ ആ ചുമരുകൾക്കുള്ളിൽ, ഫ്ലാറ്റിലെ 4 ചുമരുകൾക്കുള്ളിൽ രോഗത്താൽ ക്രൂശിക്കപ്പെട്ട തളക്കപ്പെട്ട അമ്മ, ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവം കാണിക്കുന്ന ബാല്യത്തിൻ്റെ നൈർമല്യതയുള്ള ഒരു അമ്മ. ഇതൊക്കെ അമ്മയുടെ കഥാപാത്ര നിരൂപണത്തിൽ എഴുതാൻ പറ്റിയ പോയിന്റ് ആട്ടോ. ഈ അമ്മ എന്ന് പറയുന്നത് വാർദ്ധക്യം അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ പ്രതീകങ്ങളാണ്. മക്കളാൽ സ്നേഹിക്കപ്പെടുന്ന അമ്മമാരുടെ പ്രതീകമാണ്. അതേപോലെ പ്രാധാന്യമുള്ള മറ്റു കഥാപാത്രമാണ് അമ്മിണി. അമ്മിണി എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന കഥാപാത്രം, തൻ്റെ അമ്മ വേദനിക്കുമ്പോഴും തൻ്റെ അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം, അമ്മയുടെ സന്തോഷങ്ങളിലും കുറവുകളിലും സങ്കടങ്ങളിലും കൂടിയാകുന്ന കഥാപാത്രം. പിന്നെന്തൊക്കെ പറയാൻ പറ്റും? ഈ അമ്മയെ 4 മാസം മുമ്പ് നടത്താൻ കൊണ്ടുപോയപ്പോൾ, അമ്മ തന്നെ കൈവിട്ട് ഓടിപ്പോയപ്പോൾ അമ്മയെ കാണാതായ സമയത്ത് നെഞ്ചുരുകി കരഞ്ഞ് നിലവിളിച്ച ഒരു മകളെ ഇതിൽ കാണാൻ സാധിക്കും. ആ മകൾ തന്നെയാണ് അമ്മയെ പൊന്നുപോലെ നോക്കുന്നതും. ഇന്നത്തെ കാലത്ത് വയസ്സായ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ ഈ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഈ മകൾ എന്ന കഥാപാത്രം ഒരു മാതൃകാപരമായ കഥാപാത്രം തന്നെയാണ് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ കഥാപാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയെ ഇന്നത്തെ കാലത്ത് അമ്മയെ ചേർത്ത് പിടിക്കുന്ന, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കളുടെ പ്രതീകമായി ഈ മകളും കടന്നു വരുന്നു. അത്തരത്തിൽ ഇന്നത്തെ കാലത്ത് വാർദ്ധക്യത്തിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെയും, അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഭീകരതയെയും, ഈ രോഗം ബാധിച്ച അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മകളെയും എല്ലാം തന്നെ ഈ കഥയിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. പിന്നെ മക്കളെ, ഈ കഥ നല്ലപോലെ വായിക്കുക, ഈ കഥയുടെ ആശയം കൃത്യമായി മനസ്സിലാക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ കഥ പഠിക്കുമ്പോൾ നല്ല മനുഷ്യരായി മാറാൻ എൻ്റെ മക്കൾ ശ്രമിക്കണം കേട്ടോ. അച്ഛനും അമ്മയൊക്കെ പൊന്നുപോലെ നോക്കി ഈ രോഗത്തിൻ്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കി അവരെല്ലാവരും നോക്കുന്ന നല്ലൊരു ഭാവി തലമുറയെ നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.